കണ്ടല്ലൂർ മാടമ്പിൽ ഗവൺമെന്റ് യു പി സ്കൂളിന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ദിനാചരണവും ബോധവൽക്കരണ ക്ലാസും നടന്നു. സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് കൺവീനറും കനകക്കുന്ന് പോലീസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറുമായ സനൽകുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു. കണ്ടല്ലൂർ മാടമ്പിൽ ഗവൺമെന്റ് യു പി സ്കൂളിന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ദിനാചരണവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. SMC ചെയർമാൻ ജി സോളമൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ സി സുജി ലഹരിവിരുദ്ധ സന്ദേശം നൽകി. സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് കൺവീനറും കനകക്കുന്ന് പോലീസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറുമായ സനൽകുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു. പക്ഷേ ഇതൊരു വലിയ നമ്മുടെ ഈ സമൂഹത്തിനെ, നമ്മുടെ ഈ തലമുറയെ തന്നെ ഒരു കാർന്നിരുന്ന ഒരു വിപത്തായി മാറിയിരിക്കുകയാണ്. അതിനാൽ ഇത് ഉപയോഗിക്കരുത് എന്നാണ് ഞാൻ നിങ്ങളോടെല്ലാം അഭ്യർത്ഥിക്കുന്നത്. ഇത് നമ്മളിവിടുന്ന് പോകുമ്പോൾ നമ്മളൊരു പ്രതിജ്ഞ ചെയ്ത് എല്ലാ കുട്ടികളും പോകണം. ഇനി ഞാൻ ഈ സാധനം ഉപയോഗിക്കത്തില്ല, ഇത് ഉപയോഗിക്കുന്നവരാരെങ്കിലും കണ്ടാൽ ഞാൻ ആ വിവരം എൻ്റെ രക്ഷകർത്താക്കളെയോ അധ്യാപകരെയോ വീട്ടിലുള്ള ഒരാളെയും പറയുമെന്നുള്ള ദൃഢപ്രതിജ്ഞയോടുകൂടി എല്ലാവരും പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മോട്ടിവേഷൻ സ്പീക്കറും കുറത്തിക്കാട് സബ് ഇൻസ്പെക്ടറുമായ ABMS ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. നമ്മുടെ ചിന്തകളെ, നമ്മുടെ തലച്ചോറിനെ മലിനമാക്കുന്ന, അതുപോലെ തന്നെ മനസ്സിന്റെ താളം തെറ്റിക്കുന്ന ഇത്തരമുള്ള സംഗതികളാണ് നമ്മളുടെ പുതിയ തലമുറ ഇതിനു വേണ്ടി ഇതിന്റെ മുന്നിൽ മരിച്ചു വീണുകൊണ്ടിരിക്കുന്നത്. MDMA തുടങ്ങിയ സാധനങ്ങൾ ഉപയോഗിക്കുന്നവരെ കുറിച്ച് ഞങ്ങൾ നടത്തിയ പഠനത്തിൽ 7 വർഷത്തിനുള്ളിൽ ഉപയോഗിക്കുന്ന ആൾ സ്ട്രോക്ക് വന്ന് വീഴുകയും 10ാം വർഷത്തിൽ മരണത്തിലേക്ക് പോവുകയും ചെയ്തു എന്നുള്ളതാണ് വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥ. ഇങ്ങനെയുള്ള മാരകമായിട്ടുള്ള നമ്മളുടെ ശരീരത്തിനെയും മനസ്സിനെയും വീടിനെയും കുടുംബങ്ങളെയും പ്രതീക്ഷകളെയും സ്വപ്നങ്ങളെയും നശിപ്പിക്കുന്ന തരത്തിൽ ഈ ലഹരിയുടെ കഴുകന്മാർ നമ്മളുടെ ചുറ്റിനും വട്ടമിട്ട് പറന്നു നടക്കാം. ഇതിനാൽ ഏറ്റവും കൂടുതൽ മുന്നിൽ വെക്കുന്നത്, നോക്കുന്നത് അവരുടെ ഇരകൾ എന്ന് പറയുന്നത് വിദ്യാർത്ഥികളാണ്. വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെ നമ്മളെ പെട്ടെന്ന് അവർക്ക് കീഴ്പ്പെടുത്താൻ സാധിക്കും. ഇഷ്ടത്തോടുകൂടി നിങ്ങളത്തേക്ക് വരിക, പരിചയമില്ലാത്ത ഒരാൾ സംസാരിക്കുക, പരിചയമില്ലാത്ത വിളിച്ചുകൊണ്ട് പോകുക, പരിചയമില്ലാത്ത ആളോടൊപ്പം ചെങ്ങാത്തം കൂടുക, പരിചയമില്ലാത്ത ആളിനോടൊപ്പം ലിഫ്റ്റ് കയറി പോകുക, പരിചയമില്ലാത്ത ആളിനോടൊപ്പം ആര് കഴിക്കാൻ നിൽക്കുക, ഇതെല്ലാം അവരെ സംബന്ധിച്ച് പറഞ്ഞാൽ നിങ്ങൾ ഇരകളാണ്. പഠനത്തിലെ ഒരു ലഹരിയായി എടുക്കാം, അറിവ് സമ്പാദനം ഒരു ലഹരിയായി എടുക്കാം. അല്ലാതെ രാസലഹരിയുടെയോ മറ്റു ലഹരിയുടെ പുറകെ പോയി നമ്മുടെ ജീവിതത്തിനെ തന്നെ താറുമാറാക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ആരും എത്തിപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ പ്രതീക്ഷകളാകുന്ന കുഞ്ഞുങ്ങളെ വളരെ ആർജവത്തോടെ നമ്മുടെ ലഹരിക്ക് അടിമപ്പെടാതെ നമ്മുടെ സമൂഹത്തിന്റെ നല്ല വാഗ്ദാനങ്ങളായി വളർത്തിയെടുക്കാൻ നമ്മുടെ മാതാപിതാക്കൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. വായന ഒരു ലഹരിയാണ്, ചിത്രം വര ഒരു ലഹരിയാണ്. അപ്പൊ നമുക്ക് വേണ്ട ലഹരികളുമുണ്ട്, വേണ്ടാത്ത ലഹരികളുമുണ്ട്. രാസലഹരി, മദ്യം, മയക്കുമരുന്ന് പോലെയുള്ള ലഹരി, ഇതൊക്കെ നമുക്ക് വേണ്ട അല്ലേ? ഹെഡ് മിസ്ട്രസ് D റജി, BRC കോർഡിനേറ്റർ V അനിൽബോസ്, സ്റ്റാഫ് സെക്രട്ടറി J നിഷ, SRG കൺവീനർ P കുഞ്ഞുമോൻ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ലഹരിവിരുദ്ധ സംഗീത ശില്പം അരങ്ങേറി. ലഹരിക്കെതിരെ ബിഗ് ക്യാൻവാസിൽ ഒപ്പുശേഖരണവും നടത്തി. CDNet ന്യൂസ്, കായംകുളം.